ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലിസ് മാത്യു. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കട്ടെ. എനിക്ക് വന്ന ഒരു കമന്റിനെ കുറിച്ച് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് കൊണ്ടുവരണമെന്ന് കരുതിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ നല്ലൊരു കമന്റ്, നല്ല സജഷൻ. ഉപദേശമൊന്നും ഞാൻ പറയത്തില്ല, ഞാൻ പറയുന്നതെല്ലാം സജഷൻസ് മാത്രമാണ്. കാരണം എല്ലാവരുടെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ഒരാൾക്ക് ശരിയാവുന്നത് മറ്റൊരാൾക്ക് ശരിയാവത്തില്ല. പക്ഷെ ഈ സജഷൻസ് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്തിട്ട് എന്ത് വേണമെന്നുള്ളൊരു തീരുമാനം എടുക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫോംഡ് ഡിസിഷൻ, അതിനുവേണ്ടി മാത്രമാണ് പറയുന്നത്. എന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞെന്നാൽ, ഈ വക കാര്യങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ സർവ്വസാധാരണമാണ്. അപ്പോൾ ആരെങ്കിലും ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ കൂടിയോ കടന്നു പോവുകയാണെങ്കിൽ എടുത്തു ചാടി സിറ്റുവേഷൻ വേഴ്സ് ആക്കാതെ ഒരു ഡീപ് ബ്രീത്ത് ചെയ്തിട്ട് ഒരു അനാലിസിസ് നടത്താനുള്ള ഒരു ചിന്ത നിങ്ങളിൽ ഒന്ന് ഉണർത്തണമെന്ന ആശയത്തോടു കൂടി മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത്. എന്റെയൊക്കെ സമയത്ത് ആരുമില്ലായിരുന്നു ഒരു സജഷൻസ് ഒന്ന് പറയാനായിട്ട്. ഈവൻ പഠിക്കുന്ന കാര്യത്തിലോ ജോലിയുടെ കാര്യത്തിലോ അല്ലെ ജീവിതത്തിലെ വിഷമഘട്ടങ്ങളിലോ ഒന്നും ആരുമില്ലായിരുന്നു ഒരു സജഷൻസ് തരാൻ. ഞാനൊരു ചെറിയൊരു കാര്യം പറയാം. എന്റെ മോൻ 12th കഴിഞ്ഞിട്ട് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിന് പോകാനായിട്ട് ടെക്സാസിൽ IIT-യിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും അയ്യോ എന്ന് പറഞ്ഞു. കാരണം മോനെ ഞങ്ങളുടെ അടുത്തു നിന്നും വിട്ടിട്ട് വേറൊരു സ്റ്റേറ്റിൽ, ഞങ്ങൾ ഒഹായോയിലായിരുന്നു, അവിടെ നിന്ന് ടെക്സാസിലോട്ട് വിടാനായിട്ട് നമുക്കൊരു ധൈര്യമില്ലായിരുന്നു. അയ്യോ എങ്ങനെയെന്ന് കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒന്ന് ആലോചിക്കുകയായിരുന്നു. അന്ന് ആരെങ്കിലും ഒരാള് നമ്മളോട് സജഷൻസ് പറഞ്ഞിരുന്നേൽ, ആലിസേ അങ്ങനെയാണ്, പിള്ളേര് ഹൈസ്കൂൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് അവരിഷ്ടപ്പെടുന്ന സ്ഥലത്ത് അവരെ വിട്ട് പഠിപ്പിക്കണം. എസ്പെഷ്യലി അമേരിക്കയിലൊക്കെ ആകുമ്പോൾ കുട്ടികളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാ വേണ്ടിയതല്ല, നമ്മൾ പറയുന്നിടത്തല്ല പഠിപ്പിക്കേണ്ടതെന്ന് ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ നല്ലൊരു ഈസ് മൈൻഡോടുകൂടി മോനെ ടെക്സാസിന് വിടാമായിരുന്നു. ഇതൊരു ചെറിയൊരു ഉദാഹരണമാണ്. ഇതുപോലെ എത്ര സാഹചര്യങ്ങൾ കടന്നുപോയെന്നറിയാമോ? അപ്പോഴൊന്നും ആരും ഒരു ഐഡിയ പോലും പറഞ്ഞു തന്നിട്ടില്ലെന്നുള്ളതാണ്. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ കൂടി ഒന്ന് പോകുമ്പോൾ ഇത് നമ്മൾ ആരെ കൊണ്ടും പറഞ്ഞു ചെയ്യിപ്പിക്കാനായിട്ടല്ല ഞാൻ ആദ്യമായിട്ട് പറയട്ടെ കേട്ടോ. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും അതും പ്രകാരം പ്രായോഗികമാക്കണമെന്നല്ല പറയുന്നത്. നിങ്ങളൊന്ന് തിങ്ക് ചെയ്യാനായിട്ട്, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇതിന് വരാഴികളെ കുറിച്ചൊന്ന് തിങ്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു പ്രവണതയുണ്ടാകും. അല്ലെങ്കിൽ അതിനൊന്ന് ചെയ്യണം. എന്നിട്ട് വേണ്ട തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു സർവകലാശാലയാണ്. നമ്മൾ എന്തെല്ലാം പഠിക്കുന്നു നമ്മുടെ ഒരു ജീവിതം കൊണ്ട്, അല്ലേ? പഠിച്ച് തീരുമ്പോഴത്തേന് എല്ലാം ബോധ്യമായി വരുമ്പോഴത്തേന് പിന്നെ ജീവിക്കാൻ സമയം കാണത്തില്ലെന്നുള്ളതാണ് ഒരു വാസ്തവം. നിങ്ങൾ മിടുക്കരാണെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നും നല്ല കാര്യങ്ങൾ ഗ്രഹിച്ച് ജീവിതത്തെ പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. അയ്യോ, നമുക്ക് ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ ഇതാണ് ആ കമന്റ്. ഒരു സഹോദരി എഴുതിയിരിക്കുവാണേ. ഇതൊരു നീണ്ടിയൊരു കമന്റ് ആണ്. അതിന്റെ ആദ്യത്തെ ഒരു സെന്റൻസ് ഞാനിപ്പോ വായിക്കാം. ഒരു പ്രായം കഴിഞ്ഞാൽ എന്ത് ഈഗോ, 50 കഴിഞ്ഞാൽ എന്ന് ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് പറയണം. അതൊരു ശരി നെഗറ്റീവായിട്ടുള്ള ഒരു കമന്റ് ആണല്ലേ. എന്തൊരു ജീവിതം, ഇനി 50 കഴിഞ്ഞില്ല, ഇനി എനിക്ക് എന്തൊരു ജീവിതം എന്നൊരു നെഗറ്റീവായിട്ടല്ലേ, ഡിപ്രസീവായിട്ടുള്ള ഒരു ഫ്രേസാണ് ആദ്യത്തെ സെന്റൻസ്, അല്ലേ? ആ ആദ്യത്തെ സെന്റൻസിനോട് എനിക്ക് യോജിപ്പില്ല. നമ്മുടെയൊക്കെ ലൈഫ് തുടങ്ങുന്നത് 50 കഴിഞ്ഞാണെന്നേ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെൻ്റെ പഴയ വീഡിയോകളൊക്കെ കണ്ടെന്നാൽ അറിയാം നമ്മുടെ ലൈഫ് എപ്പോഴാണ് ശരിക്കും എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നതെന്നുള്ളത്. ഈ സഹോദരി പറഞ്ഞിരിക്കുകയാണെങ്കിൽ 50 കഴിഞ്ഞാൽ പിന്നെ എന്താ ഈഗോ എന്ന്. നമ്മൾ ഈഗോ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് എപ്പോഴും ഒരു ബാഡ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്, അല്ലേ? ഈഗോയുടെ മലയാള മീനിങ് എന്താന്ന് ചോദിച്ചെന്നാൽ അഹന്ത അല്ലെങ്കിൽ അഹംഭാവം എന്നുള്ളത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ആണ്, അല്ലേ? കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വിഷമമാണ് ഈഗോ. എന്നാൽ ഈഗോയുടെ ഇംഗ്ലീഷ് അർത്ഥം നോക്കിയാൽ എന്താണെന്ന് അറിയാമോ? സെൽഫ് എസ്റ്റീം, സെൽഫ് റെസ്പെക്ട്, സെൽഫ് ഇമ്പോർട്ടൻസ് എന്നൊക്കെയാണ്. വാസ്തവം പറഞ്ഞാൽ 50 കഴിയുമ്പോൾ അത് പോകുന്നുണ്ടോ? ഒരിക്കലുമില്ല. നമ്മൾ മരിക്കുന്ന ആ സമയം വരെ നമുക്ക് സെൽഫ് എസ്റ്റീമോടുകൂടി തന്നെ വേണം നമുക്ക് ജീവിക്കാൻ. സെൽഫ് ഇമ്പോർട്ടൻസിനോടുകൂടി തന്നെ വേണം നമ്മൾ ജീവിച്ച് മരിക്കാൻ. ഈ സെൽഫ് എസ്റ്റീമും സെൽഫ് ഇമ്പോർട്ടൻസും സെൽഫ് റെസ്പെക്റ്റും ഒക്കെ നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയ ഒരു കാര്യമാണ്. അത് 50 വയസ്സായതോടെ തീരുന്നില്ല. നമ്മൾ മരിക്കുന്നിടം വരെയും അതോടെ വേണം നമ്മൾ ജീവിക്കാൻ. നമ്മുടെ ജീവിതം വെർത്താണ് അല്ലെങ്കിൽ മൂല്യമുള്ളതാണെന്നുള്ള ഒരു ചിന്ത നമ്മൾക്ക് എപ്പോഴും വേണ്ടതാണ്. ദാരിദ്ര്യമാണെങ്കിലും, നമ്മൾ താഴ്ചയിലാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫെയിലിയർ ആണെങ്കിലും, അല്ലെങ്കിൽ രോഗാവസ്ഥയിലാണെങ്കിലും എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ച്, ദൈവത്തിന്റെ സൃഷ്ടിക്ക് എല്ലാവരും വെർത്താണ്, അല്ലെങ്കിൽ വാല്യൂസ് ഉണ്ട്. ഓരോ മനുഷ്യ ജീവനും വാല്യൂ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾക്ക് ജീവനുണ്ടോ? നമ്മൾക്കും വാല്യൂ ഉണ്ട്.
നമ്മളും വെർത്താണ് എന്നുള്ള ആ ഒരു ചിന്ത നമ്മളിൽ വേണം. അങ്ങനെ തന്നെ നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ ഏത് സാഹചര്യവും തരണം ചെയ്യാനുള്ള ഒരു ശക്തി വരും. കാര്യങ്ങളെ നമുക്ക് പോസിറ്റീവായിട്ട് എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മരിക്കുന്നിടം വരെയും നമുക്ക് സെൽഫ് എസ്റ്റീമോടും സെൽഫ് റെസ്പെക്റ്റോടും കൂടി വേണം നമ്മൾക്ക് മരിക്കാൻ. പക്ഷേ ആ സെന്റൻസ് കഴിഞ്ഞിട്ട് ഈ സഹോദരി പറഞ്ഞിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാനതൊന്ന് വായിക്കാം. ആരിൽ നിന്നും, പ്രത്യേകിച്ച് മക്കളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ കടമകൾ നമ്മൾക്ക് പറ്റുന്ന പോലെ അല്ലെങ്കിൽ വളരെ നന്നായി ചെയ്ത് എന്ന ആത്മസംതൃപ്തിയോടെ സ്വന്തം സന്തോഷവും സമാധാനവും സ്വയം കണ്ടെത്തി ഇനിയെങ്കിലും എനിക്കല്ലെങ്കിൽ നമുക്ക്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും ഉണ്ടെങ്കിൽ, ജീവിക്കണം എന്ന് ചിന്തിച്ച് ഒരു സെക്കൻഡ് ടീനേജ്, അവിടെ ഒരു ഹാർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, ആയി കണ്ട് മാക്സിമം എല്ലാം എൻജോയ് ചെയ്ത് ജീവിക്കുക. വാസ്തവാണ്. പേരൻസ് അവർക്കൊരു ബാധ്യതയാണ്. അവർ ഒരു ഫാമിലി ആയി കഴിഞ്ഞാൽ പ്രായമായ പേരൻസിനെ കൂടെ ചേർത്ത് പിടിച്ച് ജീവിക്കുന്നവർ വളരെ കുറവാണ്. ഉണ്ട്, പക്ഷെ വളരെ കുറവാണ്. അങ്ങനെ ചേർത്ത് നിർത്തുന്ന മക്കൾ ഉണ്ടെങ്കിൽ മഹാഭാഗ്യം. ഈ സഹോദരി പറഞ്ഞിരിക്കുന്നത് അക്ഷരം പ്രതി കറക്റ്റ് ആണ്. ഓരോ മാതാപിതാക്കളും അവരുടെ കഴിവിനും അപ്പുറമായിട്ടാണ് അവരുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ആരോടെങ്കിലും ചോദിച്ചു നോക്കിക്കോ, മക്കള് പ്രായമായി കഴിയുമ്പോൾ മിണ്ടാതെ വരുമ്പോഴോ അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കാതെ വരുമ്പോഴോ ഒക്കെ ഈ പേരൻസ് വന്നിട്ട് കണക്ക് പുസ്തകം തുറക്കുന്നത് കേട്ടോ. അത് അവരുടെ കടമയായിട്ട് അവർ ചെയ്തു തീർക്കണം. മക്കൾ പറക്കം മുറ്റി കഴിഞ്ഞു കഴിയുമ്പോൾ അവരെ പറന്നു പോകാനായിട്ട് അനുവദിക്കണം. അവർ പോയി ലോകത്തെ കീഴടക്കി എല്ലാം അറിഞ്ഞ് അവർ വളരട്ടെ. അവരെ ബോധർ ചെയ്യാൻ പോകരുത്. ഈ സഹോദരി എഴുതിയ കാര്യം പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നാന്നറിയാമോ? ഇനിയെങ്കിലും നമുക്ക് വേണ്ടി ജീവിക്കണമെന്ന് ആ ചിന്തയാണ് വേണ്ടിയത്. അപ്പൊ 50 കഴിഞ്ഞിട്ടുള്ളവര് എല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളവരെല്ലാം പിന്നെ എന്താണെന്ന് പറയാൻ ചിന്തിക്കണ്ടേ, ഇനി നമുക്ക് വേണ്ടി ജീവിക്കണം, നമ്മൾക്ക് വേണ്ടി സന്തോഷമായിട്ട് ജീവിക്കണം, നന്മകൾ ചെയ്ത് ജീവിക്കണം. അല്ലാതെ കുടിച്ചു കൂത്താടി ജീവിക്കണമെന്നൊന്നും ഞാൻ പറയല്ല. അതൊന്നും ജീവിതം അടിച്ചു പൊളിച്ച് ജീവിക്കുകയല്ല. നമ്മൾ റെസ്പോൺസിബിൾ സിറ്റിസൺസ് ആയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കണം. ഈ സഹോദരി പറഞ്ഞിരിക്കുകയാണെ, ഇനിയെങ്കിലും നമ്മൾക്ക് ഒരു ടീനേജ് ലൈഫിലോട്ട് വന്ന പോലെ മനസ്സുകൊണ്ട് നമ്മളൊക്കെ ഒരു ടീനേജേഴ്സ് ആകണമെന്നേ. ഞാൻ ഈ കാര്യം വളരെ വളരെ ശക്തമായിട്ട് ഊന്നി പറയുകയാണ്. നമ്മൾ അതുപോലെ ചെയ്യണം. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നമ്മൾക്ക് ഇപ്പോഴുള്ള കുട്ടികളൊന്നും അനുഭവിക്കുന്ന പോലെ ഒന്നും ജീവിക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് സ്ഥലങ്ങൾ കാണാൻ പോകാൻ പറ്റിയിട്ടില്ല, ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, റെസ്റ്റോറൻറ്റിൽ പോയി നല്ലൊരു ഭക്ഷണം കഴിക്കാൻ സാധിച്ചിട്ടില്ല, ഫലൂഡയോ അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതെല്ലാം എൻ്റെ ഓർമ്മയിലോട്ട് വരുന്നില്ല. അങ്ങനെയൊക്കെ കാര്യങ്ങളൊന്നും നമുക്ക് അന്നൊന്നും ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ആസ്വദിക്കണമെന്നാണ് പറയുന്നത്. നിങ്ങളിപ്പം പറയായിരിക്കും, അയ്യോ എനിക്കിപ്പോൾ രോഗമായെന്ന് പറഞ്ഞാൽ എല്ലാം വാരി വലിച്ചൊന്നും കഴിക്കാനായിട്ടല്ല പറയുന്നത്. അതൊക്കെ കുറച്ചൊക്കെ ആസ്വദിച്ച്, അല്ലെ ഇതാണ് ഫലൂഡ, അല്ലെങ്കിൽ ഇതാണ് കുഴിമന്തി, അല്ലെങ്കിൽ അൽഫാം ചിക്കൻ, ഇതാണ് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് അറിയാനായിട്ടൊക്കെ ഉണ്ടല്ലോ. നമ്മൾക്കൊരു ആഗ്രഹമുണ്ട് എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ. അതൊക്കെ എൻജോയ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എൻ്റെയൊക്കെ പ്രായമുള്ളവരൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ ദാരിദ്ര്യത്തിലൂടെയും കഷ്ടപ്പാടിൽ കൂടെയും കടന്നുപോയവരാണ്. വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ലാവിഷായിട്ട് ജീവിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മുടെ മക്കളുടെ കാര്യം വന്നപ്പോൾ അവരൊക്കെ ലാവിഷ്നസിൽ ജീവിച്ച ആൾക്കാരാണ്, അല്ലേ? അപ്പം നമ്മൾക്കതൊന്നും അനുഭവിക്കാൻ പറ്റില്ല. അപ്പം നമുക്കിപ്പോൾ പ്രായമായി കഴിഞ്ഞിരിക്കുമ്പോഴാണ് നമ്മൾക്ക് അതൊക്കെ എൻജോയ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോയ കാര്യമോ അല്ലെങ്കിൽ എവിടെയെങ്കിലും താമസിച്ച കാര്യമോ ഭക്ഷണം കഴിച്ച കാര്യത്തിനും ഒക്കെ ഞാൻ വീഡിയോ ഇടാറുണ്ട്. അപ്പോൾ കഴിഞ്ഞിടെ ഒരു സഹോദരൻ പറയുവാണ്, ഈ സ്ത്രീക്ക് എന്നത്തിൻ്റെ കുഴപ്പമാണ്, ഇവരെവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിച്ചതിൻ്റെ വീഡിയോ ഇട്ട് എന്നാ കാണിക്കാനായിട്ടാണ്, എന്താണെന്നും പണ്ട് പറഞ്ഞു. ശരിയാ, ഈ കാലത്തും ഈ പ്രായത്തിലും എത്ര പേർക്കുണ്ട് ഇങ്ങനെ പോയി വെളിയിൽ പോയി ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളവരെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട്. ആരും അവരെ കൊണ്ടുപോകാനില്ലെന്ന് പറഞ്ഞെന്നാലും ആരോഗ്യമുള്ളവരെ ഒക്കെ ആരെയും ഒരു ഫ്രണ്ടിനെ പിടിച്ചോ അല്ലെങ്കിൽ തന്നെത്താനെ പോയാൽ എന്താ കുഴപ്പം? ഇക്കാലത്ത് അങ്ങനെയൊന്നും ഒരു പ്രശ്നമേ ഇല്ല. അങ്ങനെയുള്ള പോകാതെ ഇരിക്കുന്ന എത്രയോ പേരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് പോയി ഈ ഭക്ഷണങ്ങളൊക്കെ ഒന്ന് കഴിക്കുകയോ അല്ലെങ്കിൽ ഈ പ്രകൃതി സൗന്ദര്യങ്ങളൊക്കെ ഒന്ന് കാണുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. ശരിക്കും നിങ്ങളൊന്ന് പോകാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിനെല്ലാം കുറ്റം പറയാനായിട്ടുള്ള ആളുകളെ കാണുകയുള്ളൂ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാവരെയും സന്തോഷിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. ഞാൻ എൻ്റെ വീഡിയോ ഇടുമ്പോൾ ഒരാൾക്കെങ്കിലും അതുകൊണ്ടൊരു പ്രചോദനമുണ്ടായി, ഒരു മോട്ടിവേഷൻ ഉണ്ടായി, അയ്യോ നമ്മൾക്കും അങ്ങനെയൊന്ന് ചെയ്യണം, ഇനിയെങ്കിലും നമുക്കുള്ള ജീവിതം സന്തോഷമായി തീർക്കണം എന്നൊക്കെ തോന്നിയെന്ന് പറഞ്ഞാൽ ഞാൻ ധന്യയായി. മനസ്സിലായോ? ഒരാളെങ്കിലും മതി.
അത് കൂടുതൽ ആൾക്കാരുണ്ടെന്നുള്ളത് എനിക്ക് അവരുടെ കമൻറ്റിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. ചിലർക്കൊക്കെ പൈസ മുടക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരും നെഗറ്റീവ് മാത്രം മനുഷ്യരെ അറ്റാക്ക് ചെയ്യാനായിട്ടിരിക്കുന്നവരും ഒക്കെ ഉണ്ടല്ലോ. അവരെ ഒന്നും നമുക്ക് തിരുത്താനൊന്നും പറ്റുകയില്ല. അവരവരുടെ ജോലി തുടരട്ടെ. അതൊക്കെ നമ്മൾക്കൊരു ഉത്തേജനമാകട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നമ്മൾ വൃദ്ധരായിട്ട് ഒറ്റപ്പെട്ടതുപോലെ ജീവിക്കുമ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം അതെല്ലാം തിരിച്ചു പിടിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. തിരിച്ചു പിടിക്കാനൊന്നും പറ്റത്തൊന്നും ഇല്ല കേട്ടോ. അതാണ് റിയാലിറ്റി. പക്ഷെങ്കിൽ ഇനിയുള്ള ജീവിതം നമ്മൾക്ക് സന്തോഷമായിട്ടിരിക്കാനായിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. അത് ഇഷ്ടമുള്ളവർ പോയാൽ മതി, ഇഷ്ടമുള്ളവർ പോയി ഭക്ഷണം കഴിച്ചാൽ മതി, ഇഷ്ടമുള്ളവർ പോയി ഒരു ഹോട്ടലിൽ താമസിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് യാത്ര ചെയ്ത് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ഓടി അലച്ച് തിരിച്ചു വരാതെ അവിടെ ഒന്ന് താമസിച്ച് അവിടെ എന്തെങ്കിലും കാണാനുണ്ടെങ്കിൽ ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് തിരിച്ചു പോരുകയാണെങ്കിൽ അതൊക്കെ വളരെ 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 സന്തോഷവും ഒരു സംതൃപ്തിയും തരുന്നതാണ്. ഈ പ്രായത്തിലും എനിക്കിതൊക്കെ ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ള ഒരു ആത്മനിർവൃതി ഉണ്ടാവുന്നത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സെൽഫ് എസ്റ്റീമിനെ പണയം വെക്കരുത്. സെൽഫ് റെസ്പെക്റ്റോടുകൂടി തന്നെ ജീവിക്കണം. അതിന് ഇനിയിപ്പോൾ നമ്മൾക്കിപ്പോൾ രോഗങ്ങൾ ഉണ്ടായിരിക്കാം, വിഷമങ്ങൾ ഉണ്ടായിരിക്കാം, പെയിൻ ഉണ്ടായിരുന്നിരിക്കാം, എങ്കിലും അതെല്ലാം മൈൻഡ്ഫുൾ ആയിട്ട് കണ്ട് പ്രസന്റ് സിറ്റുവേഷനിൽ ജീവിക്കുക. അങ്ങനെ ജീവിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കും. നമ്മൾക്ക് ശ്വസിക്കാൻ നമുക്ക് ജീവനില്ലേ? ദൈവം സൃഷ്ടിച്ച ഈ ഭൂമിയിലെ സൗന്ദര്യം മുഴുവനും ആസ്വദിക്കാനുള്ള സാഹചര്യം കിട്ടിയില്ലേ? അതൊക്കെ ഓർത്ത് നമ്മൾ സന്തോഷിക്കുക. അപ്പോൾ 50 വയസ്സായില്ലേ, ഇനി എന്നാ ചെയ്യണം, ഇനി എന്തോന്ന് ചെയ്യാൻ എന്നുള്ള ആ ചിന്ത മാറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഈഗോ എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അഹന്ത ഉണ്ടാകരുത്. അഹന്തയും അഹങ്കാരവും അല്ല വേണ്ടത്. നേരെ മറിച്ച് സെൽഫ് റെസ്പെക്റ്റും സെൽഫ് എസ്റ്റീമും ഉണ്ട്. നമുക്ക് സെൽഫ് ഇമ്പോർട്ടൻസും ഉണ്ടായി നല്ല ഒരു ജീവിതം റെസ്റ്റ് ഓഫ് അവർ ലൈഫ് തീർക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. ബായ്.